മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഇന്നു മുതൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് നമ്മളെ അനുഗ്രഹപ്രാപ്തിയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അനുഗ്രഹീതനായിട്ട് ജീവിക്കുന്നതിൽ നിന്നും നമുക്ക് പ്രതിസന്ധികളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നു മുതൽ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നതിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്നത് നമ്മളുടെ പാപങ്ങൾ തന്നെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം അധ്യായം 7 15 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർബലനായ മനുഷ്യൻ, മരണത്തിന് അധീനനായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മളോട് ഇന്ന് പറയുന്നത്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, പ്രത്യുത ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് അതിനെന്നെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ ഞാനാകുന്ന വ്യക്തിയിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന വസ്തുത. എന്താണ് ഈ പാപം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പാപത്തെ ഇപ്രകാരമാണ് നിർവചിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1849 ഖണ്ഡിക പ്രകാരം പറയുന്നു, പാപം യുക്തിക്കും സത്യത്തിനും ശരിയായ മനസ്സാക്ഷിക്കും എതിരായ തെറ്റാണ്. ചില വസ്തുക്കളോടുള്ള ക്രമരഹിതമായ സ്നേഹം മൂലം ദൈവത്തോടും അയൽക്കാരനോടുമുള്ള യഥാർത്ഥ സ്നേഹത്തിലുണ്ടാകുന്ന ഒരു പരാജയമാണിത്. അത് മനുഷ്യപ്രകൃതിയെ വ്രണപ്പെടുത്തുകയും മാനവ ഐക്യദാർഢ്യത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. സനാതന നിയമത്തിന് എതിരായ വാക്കോ പ്രവൃത്തിയോ ആഗ്രഹമോ എന്ന് അത് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നാം ഏവരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പാപത്തിലൂടെ ദൈവത്തിൻ്റെ ആ സാദൃശ്യവും ഛായയുമാണ് നമ്മൾ കളഞ്ഞു വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവാനുഗ്രഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, എൻ്റെ ജഡികമായ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന പാപാവസ്ഥയെ നീ എടുത്തു മാറ്റി എന്നെ അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നവളായിട്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ഇന്നേ ദിവസം ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്.
എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഈ അവസ്ഥയെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പാപങ്ങളാൽ അടിമപ്പെട്ടവളായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിൽ നിന്നും അകന്ന് പാപത്തിൻ്റെതായ ഈ ലോകത്തിൻ്റെതായ രീതിയിലുള്ള ജീവിതക്രമങ്ങളിലൊക്കെ ഞാൻ അടിമപ്പെട്ടു പോകുന്നു. കർത്താവേ, ഇന്നേ ദിവസം ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപത്തെ പരിപൂർണമായിട്ട് നീ എടുത്തു മാറ്റി എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.